എല്ലാവർക്കും നമസ്കാരം. റീസ്റ്റാർട്ട് പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളാണ്, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലുള്ള പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊരു പരീക്ഷയായാലും, ഇപ്പോൾ പി എസ് സി ആണെങ്കിലും SSC ആണെങ്കിലും ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാം എടുത്താലും ആർട്ടിക്കിളുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് പി എസ് സിയിൽ ഇപ്പോൾ SI പോലെയുള്ള പരീക്ഷകൾക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകൾ പറയുന്ന ഭാഗം ഏതാണെന്നുള്ള കാര്യമാണ് പറയുന്നത്. നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ആർട്ടിക്കിൾ 1, ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പ്രസ്താവിക്കുന്നു. ഇന്ത്യ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 1. ദെൻ ആർട്ടിക്കിൾ 3, പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 3, പുതിയ സംസ്ഥാനങ്ങളുടെ രൂപീകരണം. ആർട്ടിക്കിൾ 13, ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 13. ദെൻ ആർട്ടിക്കിൾ 14, നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിളുകളാണ് ഇനി പറയുന്നത്. ആർട്ടിക്കിൾ 14, നിയമത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പ്രസ്താവിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 14. ആർട്ടിക്കിൾ 16, അവസര സമത്വമാണ്. ആർട്ടിക്കിൾ 17, അയിത്ത നിർമ്മാർജ്ജനം. ആർട്ടിക്കിൾ 17 പലവട്ടം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ചുകൊണ്ട് ഭരണഘടനാ നിർമ്മാണ സഭ പാസ്സാക്കിയ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17. അയിത്ത നിർമ്മാർജ്ജനമാണ് ആർട്ടിക്കിൾ 17 പറയുന്നത്. ആർട്ടിക്കിൾ 18, പദവി നാമങ്ങൾ നിർത്തലാക്കലാണ് ആർട്ടിക്കിൾ 18 പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 19, 6 തരത്തിലുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് ഉറപ്പ് നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 19, 6 തരത്തിലുള്ള മൗലിക സ്വാതന്ത്ര്യങ്ങൾ. ദെൻ ആർട്ടിക്കിൾ 21, ജീവിക്കുന്നതിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം നമുക്ക് നൽകുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 21. ദെൻ ആർട്ടിക്കിൾ 21A, 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശമാക്കി മാറ്റി. 6 മുതൽ 14 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശമാക്കി മാറ്റിയ ആർട്ടിക്കിളാണ് 21A. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക, ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ് 21A എന്ന ആർട്ടിക്കിൾ നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് എന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ആർട്ടിക്കിൾ 22ാമത്തെ ആർട്ടിക്കിൾ, അന്യായമായ അറസ്റ്റിനും തടങ്കലിനുമെതിരായ അവകാശം ആണ് ഈ ആർട്ടിക്കിൾ 22. അടുത്തത് ആർട്ടിക്കിൾ 23, അടിമത്തത്തിനെതിരെയുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 23. ആർട്ടിക്കിൾ 24, ബാലവേല നിരോധിക്കുന്ന ആർട്ടിക്കിൾ 24. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ, 25, 26, 27, 28 ഈ ആർട്ടിക്കിളുകൾ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്, ശ്രദ്ധിക്കുക. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 29, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണമാണ്. ആർട്ടിക്കിൾ 29, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ അവകാശ സംരക്ഷണം. അടുത്ത ചോദ്യം 30ാമത്തെ ആർട്ടിക്കിളാണ്. 30ാമത്തെ ആർട്ടിക്കിൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതിനുള്ള അവകാശം നൽകുന്ന ആർട്ടിക്കിൾ 30 ആണ്. ദെൻ ആർട്ടിക്കിൾ 32, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. ആർട്ടിക്കിൾ 32 അവകാശമാണ് ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അംബേദ്കർ വിശേഷിപ്പിച്ചിട്ടുണ്ട് ആർട്ടിക്കിൾ 32നെ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവുമാണെന്നാണ് അംബേദ്കർ വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 32 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ആർട്ടിക്കിൾ 40, ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം. അപ്പോൾ 35 മുതലും ഇങ്ങോട്ടുള്ള ആർട്ടിക്കിളുകളൊക്കെ എന്തിനെ പറ്റി പറയുന്നത്? DPSPയിൽ വരണതാണ്. അപ്പോൾ 40 മുതൽ 51A വരെ DPSPയിലാണ്. 50 വരെയൊക്കെ ശ്രദ്ധിച്ചു വയ്ക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, ശ്രദ്ധിക്കുക. ആർട്ടിക്കിൾ 44, ഏകീകൃത സിവിൽ കോഡാണ്. ഇപ്പോൾ കണ്ടംപററി ആയിട്ട് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഏകീകൃത സിവിൽ കോഡ്, യൂണിയൻ സിവിൽ കോഡ്. അപ്പോൾ UCCയെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 44 ആണെന്നുള്ളത് ശ്രദ്ധിച്ചു വയ്ക്കുക. ആർട്ടിക്കിൾ 45, 6 വയസ്സു വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് സ്റ്റേറ്റിൻ്റെ കടമയാണെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 45.
ആർട്ടിക്കിൾ 47 മദ്യനിരോധനം നടപ്പിലാക്കണമെന്ന് അനുശാസിക്കുന്നു. മദ്യനിരോധനത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 47. ഗോവധ നിരോധനം ശ്രദ്ധിക്കുക. ഗോവധ നിരോധനവും ഇതേപോലെ തന്നെ കണ്ടംപററി ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ആർട്ടിക്കിൾ 48 ഗോവധ നിരോധനം. അടുത്തത് ആർട്ടിക്കിൾ 50 ജുഡീഷ്യറിയെയും എക്സിക്യൂട്ടീവിനെയും വേർതിരിക്കണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിൾ 50. ആർട്ടിക്കിൾ 51A 11 മൗലിക കടമകളെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 51A. അപ്പോൾ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും. അറിയുമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്ത ചോദ്യം, അടുത്ത ആർട്ടിക്കിൾ 52 ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്നു. ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കണമെന്ന് അനുശാസിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 52. അടുത്ത ആർട്ടിക്കിൾ 54 രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിനെ പറ്റി പറയുന്നതാണ് ആർട്ടിക്കിൾ 54. അപ്പോൾ ആർട്ടിക്കിൾ 63 അടുത്തത് ഉപരാഷ്ട്രപതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 63. അടുത്ത ആർട്ടിക്കിൾ 72 കുറ്റവാളികൾക്ക് പൊതുമാപ്പ് നൽകുന്നതിനുള്ള രാഷ്ട്രപതിയുടെ അധികാരത്തെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 72. അടുത്ത ആർട്ടിക്കിൾ 76 അറ്റോർണി ജനറലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 76. ആർട്ടിക്കിൾ 102 പാർലമെൻറ്റ് അംഗങ്ങളുടെ അയോഗ്യതയെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 102. ദെൻ ആർട്ടിക്കിൾ 108 പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം. ആർട്ടിക്കിൾ 108 ശ്രദ്ധിക്കുക. SSC ഒക്കെ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. സെൻട്രൽ എക്സാമുകൾക്ക് കണ്ടിട്ടുള്ളവരുന്ന, അതേപോലെ RRB അങ്ങനത്തെ എക്സാമുകൾക്കൊക്കെ കണ്ടുവരുന്ന ചോദ്യമാണ് ഈ പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം, മണി ബില്ല് തുടങ്ങിയ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. 108 പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം, 110 മണി ബിൽ. ദെൻ 111 പ്രസിഡൻറ്റിൻ്റെ വീറ്റോ അധികാരം. അടുത്തത് ആർട്ടിക്കിൾ 112 ബഡ്ജറ്റിനെ കുറിച്ച് പറയുന്നതാണ് 112. അടുത്തത് 116 വോട്ട് ഓൺ അക്കൗണ്ടിനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 116. ദെൻ ആർട്ടിക്കിൾ 123 ഇമ്പോർട്ടൻ്റ് ആണ്. ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനുള്ള പ്രസിഡൻറ്റിൻ്റെ അധികാരത്തെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 123. അടുത്തത് ആർട്ടിക്കിൾ 124 സുപ്രീം കോടതിയെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ 124. അടുത്തത് 143 പ്രസിഡന്റ് സുപ്രീം കോടതിയോട് ഉപദേശം ചോദിക്കുന്നത് ആർട്ടിക്കിൾ 143 പ്രകാരമാണ്. അടുത്തത് ആർട്ടിക്കിൾ 148 കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAGയെ കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 148. അടുത്തത് 153 ഗവർണർമാരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 153. ഗവർണറെക്കുറിച്ച് പറയുന്നത് അഥവാ ഗവർണർമാരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 153. അടുത്തത് 161 പൊതുമാപ്പ് നൽകുന്നതിനുള്ള ഗവർണറുടെ അധികാരത്തെക്കുറിച്ച് പറയുന്നതാണ് ആർട്ടിക്കിൾ 161. പൊതുമാപ്പ് നൽകുന്നതിനുള്ള ഗവർണറുടെ അധികാരം 161. അടുത്തത് 165 അഡ്വക്കേറ്റ് ജനറലാണ്. നേരത്തെ നമ്മൾ അറ്റോർണി ജനറൽ പറഞ്ഞു, ഏതാണെന്ന് ഒന്ന് റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുക. അഡ്വക്കേറ്റ് ജനറൽ എത്രയാണ്? 165. 213 ആർട്ടിക്കിൾ 213 ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനുള്ള ഗവർണറുടെ അധികാരമാണ് ആർട്ടിക്കിൾ 213. ഓർഡിനൻസ് പുറപ്പെടുവിക്കുന്നതിനുള്ള പ്രസിഡൻറ്റിൻ്റെ അധികാരം പറയുന്നത് 123 അപ്പോൾ ശ്രദ്ധിക്കുക, 123 പ്രസിഡൻറ്റിൻ്റെ ഓർഡിനൻസ് അധികാരവും 213 ഗവർണറുടെ ഓർഡിനൻസ് അധികാരവും. ദെൻ ആർട്ടിക്കിൾ 214 ഹൈക്കോടതികളുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 214. ആർട്ടിക്കിൾ 226 ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമാണ് ആർട്ടിക്കിൾ 226. ശ്രദ്ധിക്കുക, ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാൻ. ഇന്ത്യയിലെ ഏതൊക്കെ കോടതികൾക്കാണ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം? 2 കോടതിക്കാണ്. ഹൈക്കോടതികൾക്ക്, എല്ലാ ഹൈക്കോടതികൾക്കും പറ്റും കേട്ടോ. അപ്പോൾ ഹൈക്കോടതികൾക്കും സുപ്രീം കോടതിക്കും മാത്രമാണ് റിട്ട് പുറപ്പെടുവിക്കാൻ അധികാരമുള്ളത്. അതിൽ ഹൈക്കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ആർട്ടിക്കിൾ 226 ഉപയോഗിച്ചിട്ടാണ്.
ദെൻ ആർട്ടിക്കിൾ 243A ഗ്രാമസഭയെക്കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 243A ഗ്രാമസഭ. ആർട്ടിക്കിൾ 243K സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 243K ആണ്. അടുത്തത് ആർട്ടിക്കിൾ 262 നദീജല തർക്കങ്ങൾ പരിഹരിക്കുന്നതാണ്. നദീജല തർക്കങ്ങൾ പരിഹരിക്കുന്നതിനെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 262. ആർട്ടിക്കിൾ 265 നികുതിയാണ്. നികുതികളെക്കുറിച്ച് പറയുന്നത് 265. ആർട്ടിക്കിൾ 266 കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ. കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, അതാണ് ആർട്ടിക്കിൾ 266. ആർട്ടിക്കിൾ 280 ധനകാര്യ കമ്മീഷനാണ്. ആർട്ടിക്കിൾ 280 ധനകാര്യ കമ്മീഷൻ. ആർട്ടിക്കിൾ 300A പ്രധാനപ്പെട്ട ചോദ്യം ശ്രദ്ധിച്ചു വയ്ക്കുക. ആർട്ടിക്കിൾ 300A സ്വത്തവകാശമാണ്. 300A. അപ്പോൾ അടുത്ത കമൻറ്റ് 300A എന്ന ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ കാണുന്നവർ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യുക. ശ്രദ്ധിച്ചു വയ്ക്കുക, പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ പറഞ്ഞു പോകുന്നത്. 300A സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്നതാണ്. സ്വത്തവകാശം മുന്നേ എന്തായിരുന്നു? ഒരു മൗലിക അവകാശമായിരുന്നു. ഇപ്പോൾ സ്വത്തവകാശം എന്താണ്? നിയമപരമായിട്ടുള്ള അവകാശം മാത്രമാണ്. അത് 300A വഴിയാണ് അങ്ങനെ ആയത്. അത് ഏത് ഭരണഘടനാ ഭേദഗതി വഴിയാണ് അഥവാ അമെൻമെൻറ്റ് വഴിയാണ് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം. അടുത്ത ചോദ്യം 312. ആർട്ടിക്കിൾ 312 ആൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പറയുന്നതാണ്. ആർട്ടിക്കിൾ 312 ആൾ ഇന്ത്യ സർവീസസ്. അടുത്തത് ആർട്ടിക്കിൾ 315 നമ്മുടെ PSCയെ കുറിച്ച് പറയുന്നത് അല്ലേ, പബ്ലിക് സർവീസ് കമ്മീഷനെ കുറിച്ച് പറയുന്നതാണ് 315. ആർട്ടിക്കിൾ 323A അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ. ഈ ഇടയ്ക്ക് കഴിഞ്ഞ PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ച്. 323A ആണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ കുറിച്ച് പറയുന്നത്. അടുത്ത ആർട്ടിക്കിൾ 324 ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നു. ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് പറയുന്നതാണ് 324. നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറഞ്ഞു. അത് 243K ആണ്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞത് 324 ഇപ്പോൾ ശ്രദ്ധിച്ചു വയ്ക്കാം. അടുത്തത് 326 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 326. അടുത്തത് ആർട്ടിക്കിൾ 330 SC/ST വിഭാഗങ്ങൾക്ക് ലോകസഭയിൽ സംവരണം നൽകുന്നത് ആർട്ടിക്കിൾ 330 പ്രകാരമാണ്. SC/ST വിഭാഗങ്ങൾക്ക് ലോകസഭയിൽ സംവരണം നൽകുന്നത് ആർട്ടിക്കിൾ 330. ആർട്ടിക്കിൾ 331 ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിന് ലോകസഭയിൽ സംവരണം നൽകുന്നു. ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിന് ലോകസഭയിൽ സംവരണം നൽകുന്നു. ആർട്ടിക്കിൾ 331. ഈ സംവരണം ഈ ഇടയ്ക്ക് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഏത് ഭേദഗതി വഴിയാണെന്നുള്ളതും ശ്രദ്ധിച്ചു വെക്കുക കേട്ടോ. അടുത്തത് ആർട്ടിക്കിൾ 338 ദേശീയ പട്ടികജാതി കമ്മീഷൻ. ദേശീയ പട്ടികജാതി കമ്മീഷൻ 338. ദേശീയ പട്ടികവർഗ കമ്മീഷൻ 338A. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ST കമ്മീഷൻ 338A. ദേശീയ പട്ടികജാതി SC കമ്മീഷൻ 338. അടുത്തത് ആർട്ടിക്കിൾ 341 പട്ടികജാതിക്കാരെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിളാണ് 341. പട്ടികവർഗക്കാരെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 342. അടുത്തത് ഔദ്യോഗിക ഭാഷയെക്കുറിച്ച് പറയുന്നതാണ്. ഔദ്യോഗിക ഭാഷയെക്കുറിച്ച് പറയുന്നത് 343 ഔദ്യോഗിക ഭാഷകളെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 343. അടുത്തത് ആർട്ടിക്കിൾ 356 ഒരെണ്ണം വിട്ടു. ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥ. ദേശീയ അടിയന്തരാവസ്ഥ 352. 356 സംസ്ഥാന അടിയന്തരാവസ്ഥ. 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഇന്ത്യൻ ഭരണഘടനയിൽ 3 അടിയന്തരാവസ്ഥകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എത്ര അടിയന്തരാവസ്ഥയെക്കുറിച്ചിട്ടാണ് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതെന്ന്? 3 അടിയന്തരാവസ്ഥയാണ്, എമർജൻസിയാണ്. ഏതൊക്കെയാണ്? ദേശീയ അടിയന്തരാവസ്ഥ, സംസ്ഥാന അടിയന്തരാവസ്ഥ, സാമ്പത്തിക അടിയന്തരാവസ്ഥ. ദേശീയ അടിയന്തരാവസ്ഥ 352 പ്രകാരം, സംസ്ഥാന അടിയന്തരാവസ്ഥ 356 പ്രകാരം, ദെൻ സാമ്പത്തിക അടിയന്തരാവസ്ഥ 360 പ്രകാരം. അടുത്തത് ആർട്ടിക്കിൾ 368
ആർട്ടിക്കിൾ 368 ഭരണഘടനാ ഭേദഗതിയാണ്. ഭരണഘടനാ ഭേദഗതി 368. അപ്പോൾ ഞാൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞു അല്ലേ, അമെൻമെൻറ്റ് ഏതൊക്കെ അമെൻമെൻറ്റ് വഴിയാണ് ചില ആർട്ടിക്കിളുകൾ കൂട്ടിച്ചേർത്തത് എന്നൊക്കെ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ ആർട്ടിക്കിള് നമ്മുടെ ഭരണഘടനയിൽ നിന്ന് ഭേദഗതി വരുത്തണ ഭേദഗതി വരുത്തണ ഭരണഘടനാ ഭേദഗതി എന്നത് ഏത് ആർട്ടിക്കിളാണ്? 368. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. അമെൻമെൻ്റ് എന്ന് പറയുന്നത് 368. അടുത്തത് 371A നാഗാലാൻഡിന് പ്രത്യേക പദവി. നാഗാലാൻഡിനുള്ള പ്രത്യേക പദവി 371A പ്രകാരമാണ്. ദെൻ 371J ഹൈദരാബാദ് കർണാടക പ്രദേശത്തെ വികസനത്തിനു വേണ്ടി പ്രത്യേക നടപടി കൈക്കൊള്ളാൻ കർണാടക ഗവർണറെ ചുമതലപ്പെടുത്തുന്നതാണ് 371J. അപ്പോൾ ഇത്രയാണ് പ്രധാനപ്പെട്ട കുറച്ച് ആർട്ടിക്കിളുകൾ. ഒരു ആർട്ടിക്കിൾ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്, ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി. അത് ഏതാണെന്നുള്ളത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്തോളുക. അപ്പോൾ ഒരു 4 ചോദ്യോളം കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും കമൻറ്റ് ചെയ്യുക, ശ്രദ്ധിച്ച് വെക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്ത് കളഞ്ഞത് ഏത് ആർട്ടിക്കിളാണ്, അപ്പോൾ കട്ട് ചെയ്തത്, റദ്ദ് ചെയ്തത് എന്നൊക്കെ ചോദ്യം വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ച് വെക്കുക. അപ്പോൾ കുറച്ച് ആർട്ടിക്കിളുകളാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആർട്ടിക്കിളാണ്. ഇതിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കുക. ആ ആർട്ടിക്കിളുകൾ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളും കൂടി പഠിക്കുമ്പോഴാണ് നമ്മുടെ ഭരണഘടന കംപ്ലീറ്റ് ആവുള്ളൂ. ആർട്ടിക്കിൾ മാത്രം പഠിച്ചാൽ ഭരണഘടന കംപ്ലീറ്റ് ആവില്ല. നമുക്ക് പട്ടികകൾ പഠിക്കാണ്ട്, അതേപോലെ പാർട്ടുകൾ പഠിക്കാണ്ട്, ഭേദഗതികൾ പഠിക്കാണ്ട്. അപ്പോൾ ഭരണഘടനയിൽ നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ, ഭരണഘടനാ നിർമ്മാണ സഭ, ഭരണഘടന തുടങ്ങിയത് അവിടെ നിന്നാണ് അല്ലേ, ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ ആ കാര്യങ്ങൾ കൂടി റിലേറ്റ് ചെയ്തുകൊണ്ട് ആർട്ടിക്കിളുകൾ പഠിക്കുക. എന്നാൽ മാത്രമാണ് ഭരണഘടന കംപ്ലീറ്റ് ആവുള്ളൂ. ഇത് ഒരു തുടക്കം മാത്രമാണ് ഭരണഘടനയുടെ ഒരു ഫ്രണ്ട് വ്യൂ എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് നമ്മുടെ ഈ ഒരു ഭരണഘടനയുടെ ആർട്ടിക്കിളുകൾ പഠിച്ചാൽ. ഇനി നമുക്ക് ഏതൊക്കെ ആർട്ടിക്കിളുകൾ ഏതൊക്കെ ഭാഗങ്ങളിലാണ്, ഏതൊക്കെ പട്ടികകളിലാണ്, ഏതൊക്കെ പട്ടികകളിൽ എന്തിനെയൊക്കെ കുറിച്ച് പറയുന്നു, എത്ര പട്ടികകളുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്. അപ്പോൾ അതും തുടർന്നുള്ള വീഡിയോകളിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. എല്ലാവരുടെയും സപ്പോർട്ട് വേണമെന്ന് മാത്രമല്ല, നിങ്ങൾ നിർബന്ധമായിട്ട് ഈ ക്ലാസ് കാണണം. നിങ്ങൾക്ക് ഉപകാരപ്പെടണം. പരീക്ഷ എഴുതണ ആൾക്കാരാവും എല്ലാവരും. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക, മുഴുവൻ ക്ലാസ്സും കാണാൻ ശ്രമിക്കുക. ഫ്രീ ടൈമിലൊക്കെ ക്ലാസ് കേട്ടുകൊണ്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീണ്ടും വേറൊരു ക്ലാസ്സിൽ വരാം. താങ്ക് യു.